അങ്ങനെ ഗോപൻ സ്വാമിയുടെ ആറാട്ട് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇതുവരെ അതിനൊരു അന്ത്യമുണ്ടായിട്ടില്ല. അപ്പം ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും ഒക്കെ ഓരോ ചാനലുകളിലൂടെയും വന്നിരുന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പലതും വ്യത്യസ്തമാണ് കേട്ടോ. അതായത് മൊഴികളിൽ വൈരുദ്ധ്യം എന്ന് പറയുന്നത് വെറുതെ അല്ല, നല്ല വൈരുദ്ധ്യമുണ്ട്. അതായത് ആദ്യം പറഞ്ഞതുപോലെ ആയിരിക്കില്ല പിന്നെ പറയുന്നത്. പ്രത്യേകിച്ച് ആ മൂത്ത മകനാണെങ്കിൽ ഇവിടെ എന്താണ് പറയേണ്ടതെന്ന് ഒരു ബോധവുമില്ലാത്ത അവസ്ഥയാണ്. അതേ സമയത്ത് നമ്മുടെ മാധ്യമപ്രവർത്തകർ അവരോട് ചോദിക്കുന്ന ചോദ്യം, അതായത് മാധ്യമപ്രവർത്തകർ വളരെ വളരെ കണ്ടും സൂക്ഷിച്ചുമാണ് അവരോട് സംസാരിക്കുന്നത്. കാരണം സാധാ ഒരാൾക്കാരോട് സംസാരിക്കുന്ന രീതിയിലല്ല ഈ അമ്മേനോടും മക്കളോടും സംസാരിക്കുന്നത്. കാരണം അവർ വിശ്വാസം വിശ്വാസം വന്ന് 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 വേറെ ഏതോ ഒരു ലെവലിലാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊക്കെ ലൈവ് പോകുന്ന ഷോസ് ആണല്ലോ. അപ്പം അവർ തിരിച്ചെന്തെങ്കിലും തെറി പറഞ്ഞാൽ അതുവരെ ഇരുന്ന് കേൾക്കാൻ ബാധ്യസ്ഥരാണ് ഈ ആങ്കർമാർ. അതുകൊണ്ട് അത്രത്തോളം സൗമ്യമായ രീതിയിലാണ് അവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർ പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നാട്ടുകാർ പറയുന്ന കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇവരാദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീടിനുള്ളിൽ, അതായത് ഇവർ 3 മക്കളാണ്. ഗോപൻ സ്വാമിക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം 2 പേരേ ഉള്ളൂ. മൂത്തയാൾ മരിച്ചുപോയി. മൂത്തയാൾ മരിച്ചു പോയിട്ട് വീടിനുള്ളിൽ അടക്കം ചെയ്യാനായിരുന്നു ഇവരുടെ പരിപാടി. പക്ഷെ നാട്ടുകാരെല്ലാം കൂടി തടഞ്ഞതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? മാവിൻ ചോട്ടിലാണ് അടക്കിയിട്ടുള്ളത്. അതുകൂടാതെ ഈ ഗോപൻ സ്വാമി 7 പേരെ വെട്ടിയ കേസിലെ പ്രതിയാണ് എന്നൊക്കെ പറഞ്ഞറിവാണുള്ളൂ, കേട്ടറിവാണുള്ളൂ, അറിയില്ല കേട്ടോ. നാട്ടുകാർ പറഞ്ഞത് കേട്ടതാണ്. അപ്പം ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഈ മൂത്ത മകൻ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഡിബേറ്റിൽ വന്നിരുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ന്യൂസ് റീഡർ ചോദിച്ചു ഇതിനെക്കുറിച്ച്, അച്ഛൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നതായിട്ട് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ മൂത്ത മകൻ പറഞ്ഞ് ഞങ്ങളൊക്കെ ഒന്ന് പൊടിപ്പിള്ളേരാണ്, അതുകൊണ്ട് ആ കേസിനെ കുറിച്ച് കൃത്യമായി അറിയില്ല, എന്തോ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ആങ്കർ ആ കേസ് അങ്ങ് വിട്ടു കേട്ടോ. അതായത് പിന്നീട് അതിനെക്കുറിച്ച് കുത്തി കുത്തി ചോദിക്കാൻ നിന്നില്ല. അതിനുശേഷമാണ് ഈ മൂത്ത മകൻ മരിച്ചതിനെക്കുറിച്ച് ചോദിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസിലെ തന്നെയാൾ. അപ്പോഴും പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠനായിരുന്നു, അതായത് വീടിൻ്റെ ഉള്ളിൽ അടക്കാൻ ഞങ്ങൾ നോക്കിയിട്ടില്ല, ഞങ്ങൾ മാവിൻ ചോട്ടിൽ തന്നെയാണ് അടക്കിയത് എന്നുള്ള രീതിയൊക്കെ പറഞ്ഞു. അടക്കിയത് മാവിൻ്റെ ചോട്ടിലായിരിക്കാം, പക്ഷേ ഉള്ളിൽ അടക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു വീടിൻ്റെ ഉള്ളിൽ. അപ്പം പണ്ട് തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള ഓരോ കലാപരിപാടികൾ ചെയ്തു വരുന്ന ആളുകളാണ്. അപ്പം ഈ ഗോപൻ സ്വാമിയുടെ പേരിൽ തന്നെയുള്ള കേസുകൾ പറയുന്നുണ്ട്. അപ്പം ചിലപ്പോൾ അച്ഛൻ്റെ സമാധാനം വേണം, എനിക്ക് കുടുംബത്തിൽ നിന്ന് സമാധാനം വേണം, സമാധാനം വേണം എന്ന് പറഞ്ഞപ്പം ഇവർ കേട്ടത് ചിലപ്പോൾ സമാധി എന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും നേരെ പോയി സമാധി ഇരുത്തിയത്. എന്താണെങ്കിലും വളരെ വളരെ കോമഡിയാണ് കാര്യങ്ങൾ. അതിനിടയ്ക്ക് മൂത്ത മകൻ 24 ന്യൂസിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടു, മാൻ മിസ്സിങ്ങിനാണല്ലോ കേസ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ എന്നറിയാൻ മറ്റേ സ്കാനർ മെഷീനോ ടൂളർ മെഷീനോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ചെറുതായിട്ടൊന്ന് ഡ്രിൽ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. ഇവർക്ക് ഇപ്പോഴും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. ഈ കാര്യം എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ നിയമ നടപടികൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പം ഇത്രയും നാളുകളായിട്ട് ഇതൊന്നും മനസ്സിലാക്കാത്തവർ അവർ പറയുന്നത് കളക്ടർ വന്ന് ഞങ്ങളോട് സംസാരിച്ചില്ല ഇതിനെക്കുറിച്ച്. കളക്ടർ വന്നിട്ട് എന്നോടും അനിയനോടും അമ്മേനോടും സംസാരിച്ചായിരുന്നു എങ്കിൽ ഞങ്ങൾ സമ്മതിക്കുമായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള വഴി കണ്ടെത്തുമായിരുന്നു. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാരണം എന്തുകൊണ്ടാണിത് പൊളിക്കുന്നത്, എന്തുകൊണ്ടാണിത് പൊളിക്കേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കാൻ ഇതേവരെ ആ അമ്മയ്ക്കും ആ മക്കൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദയനീയമായൊരവസ്ഥയാണ്. അതവർ അഭിനയിക്കുന്നതാണോ ഇനി ശരിക്കും അങ്ങനെയാണോ അവർ ജീവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ല. കാരണം മാൻ മിസ്സിങ്ങിനാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ എന്ന് നോക്കിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നാണ് ഇവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യം ഒന്നും ഇവർക്കറിയില്ല. ഇനി ഇവരിപ്പോൾ എന്തെങ്കിലും കാണിച്ചാൽ എൻ്റെ ഉള്ളിൽ കയറ്റി സമാധി ആക്കിയതാണോ എന്നാണ് ആൾക്കാരുടെ സംശയം. ഇനി അതല്ല, അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ശ്വാസം മുട്ടിയാണോ മരിച്ചത്. കാരണം വയ്യാത്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ നടക്കാൻ വളരെ വളരെ മെല്ലെയാണ് നടക്കാൻ പറ്റുക. അപ്പോൾ അങ്ങേരെ കൈയും കാലും കെട്ടി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചാൽ അവിടെ ഇരിക്കും പുള്ളി, ഒച്ച ഉണ്ടാക്കാൻ പോലും പറ്റില്ല. ഈ സമാധിയാകാൻ പോകുന്ന പുള്ളി എന്തിനാണ് ഈ ക്ഷേത്രത്തിലെ പരിപാടിയും കഴിഞ്ഞ് വന്ന് ഇൻസുലിനും എടുത്ത് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഗുളികയും കഴിച്ച് കഞ്ഞിയും കുടിച്ചിട്ട് എന്തിനാണ് സമാധിയാകാൻ പോയിരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പം ഇവരുടെ വീട്ടിൽ അതിൻ്റെ ഇടയ്ക്ക് 2 പേർ അന്നത്തെ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പോലീസ് മറ്റു പരിശോധനകൾ നടത്തുന്നു. ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ ആ കുടുംബത്തിന് മനസ്സിലാകുന്നില്ല. ആ കുടുംബത്തിന് മനസ്സിലാകുന്നത് പോട്ടെ, ആ കുടുംബത്തെ പിന്താങ്ങിക്കൊണ്ട് വരുന്ന കുറേ പേരുണ്ട്. അതായത് ഇതൊക്കെ ഹിന്ദുത്വത്തിൻ്റെ കാര്യമാണ്,
അത് പോലീസുകാർ കയറി കളിക്കരുത് എന്ന് പറഞ്ഞ് ഇവരെ പിന്താങ്ങിക്കൊണ്ട് കിടക്കുന്ന കുറേ ആൾക്കാർ, ഇവർക്കും ബോധമില്ല എന്നാണ് ചിന്തിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇവർ തന്നെയാണ് അവിടെ വർഗീയത ഉണ്ടാക്കുന്നത്. മറ്റൊരു ജാതിയുമായിട്ട് അവർ ഞങ്ങളുടെ ചുറ്റുമുള്ളത് വേറെ ജാതിക്കാരാണ്, അവർക്ക് നമ്മളോട് ഭയങ്കര എതിർപ്പാണെന്നുള്ള രീതിയിൽ അവർ തന്നെയാണ് ഇതിന് ഓരോ സംഭവം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അപ്പം ഞാൻ മുന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, അതായത് നരബലി ഒന്നും നടത്തിയില്ലല്ലോ, അതന്നെ വലിയ കാര്യം. അയൽവക്കത്തെ ആൾക്കാർ വിളിച്ച് വീട്ടിൽ വരുത്തി നരബലി ഒന്നും നടത്താത്തത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ, നാട്ടുകാരൊന്ന് സമാധാനിക്കുക, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. സ്വന്തം കുടുംബത്തിൽ അച്ഛനെ കൊണ്ട് സമാധിയാക്കിയെന്നല്ലേ ഉള്ളൂ, വേറെ നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമൊന്നും ചെയ്തില്ലല്ലോ എന്നൊന്ന് സമാധാനിക്കുക. അപ്പം ഇന്നത്തോടു കൂടി എന്തായാലും ഒരു തീരുമാനം ഉണ്ടാകും എന്ന് വിചാരിക്കുവാണ്. തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ എല്ലാ വീഡിയോയിലും എല്ലാവരും പറഞ്ഞ പോലെ കേരളത്തിൽ കുറേ സമാധികൾ ഇനി പൊന്തി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നീട് ഈ മൂത്ത മോൻ പറയുന്നുണ്ട്, എന്താണ്, അച്ഛൻ മരുത്വാമലയിലൊക്കെ പോയി ധ്യാനം ഇരുന്നിട്ടുണ്ട്, അതുമാത്രമല്ല അവിടുത്തെ സമാധി പരിപാടികൾക്കൊക്കെ അച്ഛൻ പോയി പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇവർക്ക് അറിയാം സമാധി ചടങ്ങിന് ആൾക്കാർ വന്നാലും വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്. അതായത് ഇവിടെ നിന്ന് അച്ഛനും എല്ലാവരും പോയി സമാധിയൊക്കെ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല യൂട്യൂബിലും കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഓരോരുത്തരെ സമാധിയാക്കുന്നത്. അപ്പം ആൾക്കാരുണ്ടെങ്കിലും വലിയൊരു പ്രശ്നം ഉണ്ടാകുന്ന കേസല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവർ പറയുന്നത് ആരും അറിയാൻ പാടില്ല, ആരും കാണാൻ പാടില്ല, മക്കളും അമ്മയും മാത്രമേ കാണാൻ പാടൂ, അതുകൊണ്ടാണ് ആരും വിളിക്കാത്ത. സ്വന്തം പെങ്ങളെ പോലും വിളിച്ചിട്ടില്ല. അതായത് ഈ ഗോപൻ സ്വാമിയുടെ പെങ്ങളെ പോലും ചേട്ടൻ ഒരു നോക്ക് കാണാനായിട്ട് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് കോമഡി. അപ്പം ആർക്കാണെങ്കിലും സംശയം ഉണ്ടാകും. സംശയം ഉണ്ടായില്ലെങ്കിൽ അതിനകത്ത് അതിശയമുള്ളൂ. ആർക്കാണെങ്കിലും സംശയം ഉണ്ടാകും. അതിൻ്റെ ഇടയ്ക്ക് അതിന് കല്ലറ എന്ന് പറയില്ല, മരിച്ചു എന്ന് പറയില്ല, സമാധിയാണ് എന്നേ പറയാവുള്ളൂ. അത് ഭാര്യയും മക്കളും പറയുന്ന പോട്ടേന്ന് വെക്കാം. കുറേ പൊട്ടന്മാർ അവിടെ കിടന്നത് നിലവിളിക്കുന്നുണ്ട്, അങ്ങനെ പറയില്ല ഇങ്ങനെ പറയാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് പോലും അറിയില്ല. ഇവന്മാരെയൊക്കെ എല്ലാം കൂടി വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടിടണമെന്നാണ് തോന്നുന്നത്. കാരണം 2025 കേരളം, ഇന്ത്യ ഇത്രത്തോളം പുരോഗമിച്ചു എന്ന് ആ മൂത്ത മകൻ പറയുന്നുണ്ട്. പക്ഷെ ഇത്രത്തോളം പുരോഗമിച്ചിട്ടും അച്ഛൻ സമാധിയായി, അച്ഛൻ അനക്കില്ലായിരുന്നു. അച്ഛാന്ന് വിളിച്ചു, അച്ഛൻ മിണ്ടിയില്ല. ആണെങ്കിൽ നമുക്കിങ്ങനെ കണ്ണടച്ച് മിണ്ടായിരിക്കാം. അതിനിടയ്ക്ക് അമ്മ പറയുന്നുണ്ട്, തൊട്ട് നോക്കിയപ്പോൾ ശരീരത്തിൽ ചൂടുണ്ടായിരുന്നു, മരിച്ചിട്ടില്ലെങ്കിൽ ചൂടുണ്ടാകും, മരിച്ചാലേ ചൂട് പോവുള്ളൂ. അതുപോലും ചിന്തിക്കാനുള്ള ബോധം ആർക്കും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മേനെ കുറ്റം പറയുന്നില്ല ഞാൻ, പക്ഷേ 2 മക്കൾ അവരഭിനയിക്കുന്നതാണോ ഇനി അത് അവരുടെ ജീവിതമാണോ? മറ്റൊരു കാര്യം എന്താണെന്നറിയാം, ഇത് കൊലപാതകമാണോ എന്ന് ചിന്തിക്കാനുള്ള. അതായത് ഇവർക്കതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണം, അതായത് ക്ഷേത്രം വളർത്തിക്കൊണ്ടു വരണം എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ ഒരു സമാധി അവിടെ ഉണ്ട്. അതായത് ഗോപൻ സ്വാമിയുടെ ചരിത്രമൊക്കെ ആൾക്കാർ തിരഞ്ഞു പോകുമെന്ന് മക്കൾ വിചാരിച്ച് കാണൂല. അതായത് വെട്ടുകേസിലെ പ്രതിയാണ്, മൂത്ത മകൻ ഇങ്ങനെ കുഴിച്ചിടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യമൊന്നും ആൾക്കാർ തിരഞ്ഞു പോകും എന്നൊരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകില്ല മക്കൾ. അപ്പോൾ ഇവരുടെ ചിന്ത എന്തായിരിക്കും വെച്ചാൽ സമാധിയായിട്ട് ഇതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക. നല്ല വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയാണ്. വരുമാനം കിട്ടില്ല എന്നൊന്നും ആരും പറയണ്ട, വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പം ജീവിക്കാൻ അതൊരു മാർഗ്ഗമാണ്. അല്ലാതെ ഇപ്പോൾ ഇവർക്ക് ജീവിക്കാൻ എന്താ വഴി? മൂത്ത മകൻ എന്തൊരു ജോലി ഉണ്ടെന്ന് തോന്നുന്നു, ഇളയ മകനാണ് ക്ഷേത്രത്തിലെ പരിപാടി, പിന്നെ പശുവൊക്കെയാണ് അവർക്കുള്ള. അപ്പോൾ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ചെറിയ പൈസ ഒന്നുമല്ല, നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഇനിയിപ്പോൾ തുറക്കുമ്പോൾ അറിയാം ശ്വാസം മുട്ടിയാണോ മരിച്ചത്, അതോ കൊന്നിട്ട് കൊണ്ട് വെച്ചതാണോ, എന്തവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് അപ്പോഴും അറിയാം. എന്നിട്ടും ആ അമ്മയ്ക്കും മക്കൾക്കും ഇതുവരെ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. സ്കാനർ വെച്ച് പരിശോധിച്ചാൽ പോരെ, ഡ്രില്ലർ വെച്ച് ഡ്രില്ലിയാൽ പോരെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നോക്കാം.